الخطا غير سر وعداد لك أشكو فيه يا سيدي خير النبي ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് നബിയെ, അങ്ങയോട് ആവലാതി പറയുന്നു നബിയെ. ഖുർആൻ മറിക്കു വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ. തെറ്റു ചെയ്ത ആളുകൾ അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയും അങ്ങയുടെ മുമ്പിലെത്തിയിട്ട് അവർക്ക് വേണ്ടി അങ്ങ് പൊറുക്കൽ തേടുകയും ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പൊറുക്കൽ തേടുന്ന നബിയാണ്. നഊദു ബില്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, മങ്കൂസ് മൗലിദ് ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനവും പൊറുക്കലും ഒക്കെ തേടാനാണത്രേ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഈ ആയത്തോതി ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്തത്. ക്രൂരമായി റബ്ബിന്റെ കിതാബിൽ നിന്ന് ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ് ഈ മുസ്ലിയാർ. ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർക്ക് ചെയ്തുകൂടാത്തത് എന്താണ്? അള്ളാഹുവിനെ പേടിയില്ല, പരലോകത്തെ പേടിയില്ലല്ലോ. ദുന്യവിയായ ആവശ്യങ്ങൾ, ദുന്യവിയായ ലാഭങ്ങൾ, അതിനുവേണ്ടി എന്തും ചെയ്യും. ഇപ്പൊ ഇവരുടെ വികലമായ ഒരു ആശയം സമർത്ഥിക്കും. വളരെ മോശമായ രീതിയിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാകെ എന്തൊക്കെയായി തീരാണ് അയാൾ. അപ്പൊ എന്താണ് അത് എർത്തക്കബത്തുള്ളത്? എന്താണ് യാഥാർത്ഥ്യം? പിന്നെ ഈ വിഷയത്തിൽ പറയുമ്പോഴേ ഞാനും ആ വീഡിയോ ക്ലിപ്പ് കണ്ടിരുന്നു. ശരിക്ക് ഇവരെങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതിൻ്റെ വളരെ പ്രകടമായ, വളരെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാക്കാവുന്ന ഒരു വീഡിയോ ആണത്. കാരണം ആ വീഡിയോയിൽ ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്. പള്ളിയിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും ആ ബൈത്ത് ചൊല്ലുന്നുണ്ട്, ഇർത്തക്കബുത്തു എന്ന ബൈത്ത് ചൊല്ലുന്നുണ്ട്. ആ ബൈത്ത് ചൊല്ലിയിട്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അതിൻ്റെ അർത്ഥവും പറയേണ്ടത് എന്ത്? നബിയെ അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു, ശിക്കായത്ത് പറയുന്നു. ഈ ക്ലിപ്പ് ഇട്ടിട്ട് ഇയാൾ നഊദു ബില്ലാഹ്, അങ്ങോട്ട് ഇയാൾ കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എന്തൊരു ശിർക്കാണ്, നബിയോട് പാപമോചനം തേടുന്നു എന്ന് ഇയാൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഫലിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ പച്ചയായ കളവ് വ്യക്തമായ രൂപത്തിൽ പറയാണ്. ഈ ഉസ്താദ് ആവലാതി ബോധിപ്പിക്കുക എന്ന് വ്യക്തമായി പറയുന്നത് ആ ഇയാളുടെ ക്ലിപ്പിൽ തന്നെ കാണാം. രണ്ടാമത്, എന്താണ് സത്യത്തിൽ ഇർത്തക്കബുത്തു അലൽ ഖത്ത എന്നുള്ളത്? ആ ബൈത്ത് അറിയാത്ത മോമിനികൾ ഉണ്ടാവില്ല. ഇർത്തക്കബുത്തു അലൽ ഖത്ത ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇതിങ്ങനെ ചൊല്ലിയിട്ട് ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, ഞങ്ങൾ അഭിമന്യരായ ഗുരുവര്യർ ബഹുമാനപ്പെട്ട ശൈഖുനൽ മർഹൂം കല്ലൂർ ഉസ്താദ് അവറുകൾ നവറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി, ഇതിന്റെ മലയാളവും പറയാറുണ്ട്. അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ മലയാള ബൈത്തും കൂടി ചൊല്ലിയാണ്. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല കേറി ഞാൻ തങ്ങളോടന്യായം യാ സയ്യിദി ഖൈറൻ നബി. ഇതിൽ അന്യായം പറയുകയാണ്, ആവലാതി ബോധിപ്പിക്കുകയാണ്, ശിക്കായത്ത് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ ഒരാൾ പാപമോചനം നടത്തേടിയാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് ഒഴിയെ പറയാം. അതേസമയത്ത് ഇതിലുള്ളത് എന്താണ്? ശിക്കായത്താണ്. ആ വാക്കിൽ തന്നെ അറബി ഭാഷയുടെ ബാലപാഠം അറിയുന്നവർക്ക് ആ വാക്കൊന്ന് പരിശോധിച്ചാൽ അറിയില്ലേ? ലക അഷ്കു, ശിക്കായത്തിൽ നിന്ന് വന്നതാണ്, പിടിക്കപ്പെട്ടത്, നിഷ്പന്നമായതാണ്. ലക അഷ്കു, നബിയെ അങ്ങയോട് ആവലാതി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ആവലാതി പറഞ്ഞ എത്രയോ സംഭവങ്ങളില്ലേ? ബഹുമാനപ്പെട്ട മുഅ്ജമുൽ കബീർ തൊബറാനി റഹിമഹുല്ല അവിടുത്തെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അൻ ഉസ്മാൻ ഇബ്നു ബിശ്രിൻ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു ഉസ്മാൻ ഇബ്നു അബിൽ ആസ് യഖൂലു ശകൗതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്യാനുൽ ഖുർആൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്യാനുൽ ഖുർആൻ അഥവാ ഖുർആനിനെ മറക്കുകയാണ് എന്ന വിഷയത്തിൽ ശകൗതു, ശിക്കായത്ത് പറഞ്ഞു. ഞാൻ സംഭവങ്ങൾ വിശദീകരിക്കലല്ല ഇവിടെ ലക്ഷ്യം. അങ്ങനെ നബി തങ്ങളോട് ശിക്കായത്ത് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു മാജ റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അവിടെ ഈ സംഭവം അൽബാനി പോലും അഥവാ വഹാബികളുടെ അപ്പോസ്തലനായ അൽബാനി പോലും സ്വഹീഹാക്കുന്ന സംഭവം, അതിലും പറയുന്നുണ്ട് വലഖദ് ശകൗതു ഇലൈഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശിക്കായത്ത് പറഞ്ഞു. അൻ ജരീർ ഇബ്നു അബ്ദില്ല എന്ന് പറഞ്ഞിട്ട് അവർ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. വലഖദ് ശകൗതു ഇലൈഹി അന്നി ലാ അസ്ബുതു അലൽ ഖൈൽ ഫളറബ ബിയദിഹി ഫീ സദ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം.
അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വ്യക്തമായിട്ട് ശിക്കായത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ശക്കൗത്തു ശക്ക എന്ന അതേ പദം തന്നെയാണ് അവിടെയും ഉദ്ധരിക്കുന്നത്. ഇമാം മുസ്ലിം സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവം, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ശകൗതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂഅൽ ഹിഫ്ള്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറവി, എനിക്ക് പഠിച്ചത് മനസ്സിൽ നിൽക്കുന്നില്ല എന്നതിനെ കുറിച്ച് ഞാൻ ശിക്കായത്ത് പറഞ്ഞു, പരാതി പറഞ്ഞു, ആവലാതി പറഞ്ഞു, സങ്കടം പറഞ്ഞു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ നമ്മൾ ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. നിരവധി സംഭവങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നി അഷ്കു ഇലൈക വസ്വസതൻ അജിദുഹാ ഫീ സദരി, തൊബറാനി മുഅ്ജമുൽ കബീറിൽ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. ഇന്നി അഷ്കു ഇലൈക, ലക അഷ്കു എന്ന് പറയുന്ന അതേ വാക്കു തന്നെ, ഇന്നി അഷ്കു ഇലൈക വസ്വസതൻ അജിദുഹാ ഫീ സദരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹൃദയത്തിൽ തോന്നിയ ഒരു വസ്വാസ് സ്വഹാബത്ത് ശിക്കായത്ത് പറയുകയാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ശിക്കായത്തുമായി ബന്ധപ്പെട്ടു തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇർതകബുത്തു അലൽ ഖത്താ എന്നതിൽ ഉള്ളത്. അതിനപ്പുറം പാപമോചനം തേടുക എന്നത് അവിടെ ഇല്ല. അത് ഇവരെന്ത് ചെയ്യാണ്, അനാവശ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരുത്തി തീർക്കുകയാണ്. ഇനി അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് പറയാം. അതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്തിന് അങ്ങനെ ആവലാതി അവരുടെ ദുന്യവിയും ഉഖ്റവിയുമായ കാര്യത്തിൽ, ഭൗതികവും അഭൗതികവും ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങളിലൊക്കെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറഞ്ഞിട്ടുണ്ട്. നിരവധി സംഭവങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ ഉദ്ധരിച്ചാൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ ഗുണം പ്രതീക്ഷിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ഷാമിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ 7 ദിവസം എടുത്തു. മദീനയിൽ നിന്ന് ഷാമിലേക്ക് ബഹുമാനപ്പെട്ടവർ തിരിച്ചുപോയപ്പോൾ 2 ദിവസവും അതിന്റെ പകുതിയും, അഥവാ 2.5 ദിവസം എടുത്തത്. എന്തേ ബഹുമാനപ്പെട്ടവർ അതിന്റെ കാരണം പറഞ്ഞത്? ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് വന്ന് ദുആ ചെയ്തു. ബിതശഫ്ഫുഇഹി ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പിന്നെ ശഫാഅത്ത് തേടിയിട്ട് ദുആ ചെയ്തു. അപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ സ്വഹാബത്ത് നബി തങ്ങളോട് ദുന്യവിയും ഉഖ്റവിയുമായ അവരുടെ വിഷയങ്ങളിൽ പരാതി പറഞ്ഞിട്ടുണ്ട്, ആവലാതി പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു കാരണം കൂടി പറയാം. കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് വളരെ വ്യക്തമാണ്. ഇമാംമാരൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിൽ ആ സംഭവമുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ച് ബഹുമാനപ്പെട്ട നവവി ഇമാം ആരാണ് സയ്യിദ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അല്ലെ, സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ്, കേവലം മലയാള വാക്കിൽ കേവലം നേതാവ് എന്ന് പറയുന്നതിനപ്പുറം അതിന്റെ ഒരു വിശദീകരണം ബഹുമാനപ്പെട്ട നവവി ഇമാം പറയുന്നുണ്ട്. ഹുവല്ലദി യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇദി, പ്രയാസഘട്ടങ്ങളിൽ, ആപൽഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി അഭയം തേടുന്നവരാണ്, അവരാണ് അഭയം തേടപ്പെടുന്നവർ, അവരാണ് സയ്യിദ്. ഫയഖൂമു ബി അംരിഹിം വയതഹമ്മലു അൻഹും മകാരിഹും വയദ്ഫഉഹാ അൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഥവാ സയ്യിദ് എന്നതിന്റെ അർത്ഥം പറയാണ്, സയ്യിദ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അവരിലേക്ക് വരുന്ന ആഫത്തുകളെ തടയും, ഇതാണ് സയ്യിദ്. അപ്പോൾ അന സയ്യിദു വൽദി ആദം എന്ന് പറഞ്ഞാൽ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിസന്ധികളെ ഇറക്കി വെക്കാനും പരാതി പറയാനും ഏറ്റവും യോഗ്യരായവരാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഞങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, നിങ്ങളെ നേതാവാണോ അല്ലേ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇത്രയേ വിഷയത്തിൽ പറയാനുള്ളൂ. ഇത് അതിൽ ഒരു തെറ്റിദ്ധാരണ ഇവർ പരത്താറുണ്ട്. അതായത് അന സയ്യിദ് ഉൽദി ആദം ഫി യൗമിൽ ഖിയാമ എന്നുണ്ട് അതിൻ്റെ അവസാനത്തിൽ. അപ്പോൾ അന്ത്യനാളിൽ മാത്രം നേതാവാണ്, അന്ത്യനാളിൽ മാത്രം നേതാവാണ്. അപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മൾ വഫാത്തായി പോയ നബി തങ്ങളോട് സഹായം ചോദിക്കേണ്ട ആളുകളല്ല. നമ്മുടെ സഹായമൊന്നും, നമ്മുടെ ആവലാതികളൊന്നും, നമ്മുടെ പോരായ്മൊന്നും പരിഹരിച്ചാൽ റസൂലുള്ളാഹിക്ക് കഴിയൂല എന്നാണ് അവർ അതിനെ ദുർവ്യാഖ്യാനിക്കാറ്. അതെ, ഇവരെ പോലത്തെ ഇങ്ങനെയുള്ള വിവരമില്ലാത്ത ജാഹിലീങ്ങൾ അല്ല, അഥവാ ഇത്രയും പ്രകടമായി
സഫാഹത്ത് പറയുന്ന ആൾക്കാരുണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട നവവി ഇമാം അവിടെ വിശദീകരിക്കുന്നുണ്ട്. മഅ അന്നഹു, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുഹും, അവരുടെ സയ്യിദാണ് ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും സയ്യിദ് തന്നെയാണ്. അല്ലാതെ ആഖിറത്തിൽ മാത്രം റസൂലുള്ള സയ്യിദാവുകയും ദുനിയാവിൽ സയ്യിദ് അല്ല എന്നല്ല. ഞങ്ങളെ സംബന്ധിച്ച് ദുനിയാവിലും ആഖിറത്തിലുമാണ്, അങ്ങനെയാണ് ഇമാമുമാർ പഠിപ്പിച്ചത്. മാത്രമല്ല, അപ്പൊ പിന്നെ അവിടെ യൗമുൽ ഖിയാമ എന്ന് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്താണ്? ഫസബബു തഖീദി അന്ന ഫീ യൗമിൽ ഖിയാമത്തി യൽഹറു സുഅദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നേതൃത്വം എല്ലാ ആളുകൾക്കും പ്രകടമായിട്ട് മനസ്സിലാകും. അല്ലെ, ആഖിറത്തിൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുകയും ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോവുകയും ആ പ്രവാചകന്മാരൊക്കെ മടക്കി അയക്കുകയും ചെയ്യുമ്പോൾ അവസാനം ഉമ്മത്തിനത്താണിയായി ഹിസാബിന് വേണ്ടി ഉമ്മത്തിനെ വിളിക്കാൻ ശുപാർശ ചെയ്യുന്ന ഷഫീആണ് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി. അനലഹാ അനലഹാ അനലഹാ, ആ ശഫാഅത്തിനു ഞാൻ അർഹനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വം, നബി തങ്ങൾ സയ്യിദാണ് എന്നത് വളരെ വ്യക്തവും പ്രകടവുമായ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതുപോലെ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിന്റെ അല്ലെങ്കിൽ പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ഉടമസ്ഥനെ, ഈ ലോകത്തിന്റെ ഉടമസ്ഥനല്ല എന്നല്ല. ആ സമയത്ത് അള്ളാഹുവിന്റെ അധികാരം, ആ ഉടമസ്ഥത എല്ലാവർക്കും പ്രകടമായിട്ട് ബോധ്യപ്പെടും എന്നതുകൊണ്ടാണ് അന സയ്യിദു ഉൽദി ആദം എന്ന് പറഞ്ഞത്. ഇനി അതിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്ത് പറയാം. പിന്നെ വ്യത്യസ്തമായ അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഉണ്ടാകും. അത് ഓരോ വ്യക്തികളിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാറും. അതാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാപമോചനം തേടി എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് പോലെ അല്ല, ഒരിക്കലും അല്ല. അത് ആരിലേക്കാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് അത് വ്യത്യാസപ്പെടും. അതിന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചാൽ നിരവധി ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ഉദാഹരണങ്ങൾ, ശ്രദ്ധയിൽപ്പെട്ട ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാം. മഹദിയായ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വിരി തൂക്കിയിട്ടിരുന്നു. അതിലുള്ള ചില ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യം വന്ന് നബി തങ്ങളോട് ആയിഷ ബിവി പറയുന്നുണ്ട്, അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി മാദാ അദ്നബതു യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു, റസൂലുള്ളാഹി തങ്ങളിലേക്കും തൗബ ചെയ്തു മടങ്ങുന്നു. അതൂബു എന്ന വാക്ക് നബി തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞു. ആയിഷ ബീവി ഇസ്ലാം എന്ന് പുറത്തുപോയോ? നഊദുബില്ല. എന്തേ? രണ്ടർത്ഥത്തിലാണ്. സ്വഹാബത്ത് നിരന്തരം ഉപയോഗിച്ച വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അവരോട് ചോദിക്കുമ്പോൾ അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവും റസൂലുമാണ് അഅലം. അപ്പോ അള്ളാഹുവിന്റെ ഇൽമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പങ്കു ചേർത്തു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അള്ളാഹുവിന്റെ ഇൽമൊന്ന് വേറെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമൊന്ന് വേറെ. ഇത് വളരെ പ്രകടമല്ലേ, വ്യക്തമല്ലേ? ഇത് ആ നബിതങ്ങളിലേക്ക് ചേർത്തി പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഊഫുർ റഹീം, അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹിന്റെ ഇസ്മുകളാണത്. റഊഫും റഹീമും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണല്ലേ നമ്മൾ, ചൊല്ലുന്നവരല്ലേ നമ്മൾ, അതിലൊക്കെ നമുക്കത് വ്യക്തമല്ലേ. പക്ഷേ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അവിടെ റഊഫുർ റഹീം എന്ന് പറഞ്ഞാൽ റഊഫ് നബിയാണ്, റഹീം നബിയാണ്. അതിന്റെ അർത്ഥം അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്നാണോ? അള്ളാഹുവിനെ പറഞ്ഞ അതേ റഊഫിന്റെ മായനയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞപ്പോൾ. രണ്ടും വ്യത്യാസമുണ്ട്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്ര അബദ്ധങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. വേറെ ഹദീസിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാള് തന്റെ അടിമയെ അടിക്കുകയാണ്. അടിക്കുമ്പോ ഇനി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അടിമ എന്ത് പറയുന്നുണ്ട്? അഊദു ബില്ലാഹ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫജഅല യദ്രിബുഹു, വീണ്ടും അയാൾ ഇങ്ങനെ അടിക്കുകയാണ്. ഫഖാല അഊദു ബിറസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഞാൻ കാവലിനെ തേടുന്നു. നോക്കിയും വിശുദ്ധ ഖുർആനിൽ നമ്മൾ സാധാരണ ഫസ്തഇദ് ബില്ലാഹ് എന്ന് ഖുർആൻ പറഞ്ഞ അള്ളാഹുവിനെ കൊണ്ട് കാവലിനെ ചോദിക്കുക എന്ന് പറഞ്ഞ അതേ പദം അഊദു ബിറസൂലില്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുകയാണ്. എന്തേ? ആ സ്വഹാബി ഇസ്ലാം എന്ന് പുറത്തുപോയോ?
ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആ സംഭവം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് യഅഫു വയസ്തഗ്ഫിർ എന്ന് നബി തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, പിന്നെ നബിദിനായി കഴിഞ്ഞാൽ ഇവരിങ്ങനെ പാടി നടക്കും, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖാദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീർ എന്ന് പറഞ്ഞിട്ട് അബ്ദുക നബി തങ്ങൾ അടിമ എന്ന് പറഞ്ഞു. അള്ളാന്റെ അടിമ എന്നല്ലേ പറയേണ്ടത്. അപ്പോഴേക്ക് ശിർക്കായി. നേരത്തെ പറഞ്ഞതുപോലെ തുമ്മിയാലും തെറിച്ചാലൊക്കെ എന്താണ്, ശിർക്കാണ്. അബ്ദുക എന്ന് പറഞ്ഞതോടുകൂടെ പ്രശ്നമായി. എന്താണ് സഹോദരങ്ങളെ അതിലുള്ളത്? അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞ അതേ അർത്ഥമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമ എന്ന് പറഞ്ഞാൽ? എന്നാൽ നിങ്ങൾ ആദ്യം ശിർക്ക് ആരോപിക്കേണ്ടത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാം ചക്രവർത്തി ഫാറൂഖ് ഹാദിഹിൽ ഉമ്മത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഖിലാഫത്ത് ഏറ്റെടുത്ത അവിടുത്തെ ആദ്യ പ്രസംഗത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, കുൻതു അബ്ദഹു വഖാദിമഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അബ്ദായിരുന്നു, അടിമയായിരുന്നു. എന്താണ് അർത്ഥം? അള്ളാന്റെ അടിമ എന്നുള്ള അർത്ഥത്തിൽ അല്ല. അപ്പൊ ഇതൊക്കെ വളരെ കൃത്യവും വളരെ വ്യക്തവുമാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളൊക്കെ അനാവശ്യമായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ പരത്തുക എന്നതാണ്. അപ്പോൾ ഇതെല്ലാ വർഷവും ഇവർ ആവർത്തിക്കുന്നതാണ്. അവരിത് ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിത് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ അവസരവുമാണ്, പറയേണ്ടി വരികയുമാണ്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ പറയുന്നത്. ഏതായാലും ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടാൽ ഇത് ആ സലഫിയുടെ വീഡിയോ ഇൻഷാ അല്ലാ അബൂദർ വൈസ സലഫിന്റെ വീഡിയോ കൂടി ഇതിലൊന്ന് ആഡ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ ഒന്ന് റെഡിയാക്കാൻ. ആ വീഡിയോ കണ്ടാൽ ഏത് സാധാരണക്കാരനും മനസ്സിലാകും ആ ഉസ്താദ് പറഞ്ഞതിനെ ഇയാൾ വ്യക്തമായി ദുർവ്യാഖ്യാനം ചെയ്ത് പ്രകടമായിട്ട് എല്ലാവർക്കും കാണുന്ന വിധത്തിൽ ഇയാൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കാണാൻ കഴിയും. എന്നിട്ട് അതിൽ നിന്നിട്ടാണ് അയാൾ ചോദിക്കുന്നത്, 4 ചോദ്യം എനിക്ക് ചോദിക്കാണ്ട്. സ്വഹാബി നബി തങ്ങളോട് ചോദിച്ചോ ഇസ്തിഗ്ഫാർ നടത്തിയോ? താബീങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയോ? ഷാഫി ഇമാം ഇസ്തിഗ്ഫാർ ഏത്? ഈ സാധു ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അപ്പോ ഇതില് ഇപ്പോ അതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞാല്, ഷക്ക എന്നുള്ള ഒരു പദം, ആ പദത്തിൽ നിന്ന് നിഷ്പന്നമായ അഷ്കു എന്നതാണ് ഇവിടെ മങ്കൂസ് മൗലിദിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ലക അഷ്കു ഫീഹിയ, ആ തെറ്റുകളിൽ നബിയെ തങ്ങളോട് ഞാൻ ശിക്കായത്ത് നടത്തുന്നു എന്നതാണ് ഒന്ന്. അപ്പൊ അതിനെ തന്നെ നബി തങ്ങളോട് പൊറുക്കലിനെ തേടുക എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ഫസ്റ്റ് അയാൾ അതാണ് ചെയ്തത്. രണ്ടാമത്, ഇനി അവിടെ പൊറുക്കലിനെ തേടിയാൽ പോലും, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് തൗബ ചെയ്തു എന്ന് ഇവരുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാം. അത്തൂബു ഇലല്ലാഹി വൈലാ റസൂലി, അള്ളാഹിന്റെ റസൂലിനോട് ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി ഇവരുടെ വിശ്വാസപ്രകാരം മുശ്രിക്കാവും. അപ്പോൾ അവിടെ എന്താണ് അത്തൂബുവിൻ്റെ അർത്ഥം? റസൂലുള്ളാഹിനോട് ഒരാൾ ശിക്കായത്ത് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങൾ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ, ശിക്കായത്തിൻ്റെ ഉദാഹരണങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഭൗതിക കാര്യങ്ങളും അഭൗതിക കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സൂഉൽ ഹിഫ്ള് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മെഡിസിൻ തരണമെന്നാണോ, അതിനെന്തെങ്കിലും ക്യാപ്സൂൾ തരണമെന്നാണോ റസൂലുള്ളാഹിനോട് ചോദിച്ചത്? അല്ലല്ലോ. അത് അഭൗതികമായ രീതിയിൽ അതിന് പരിഹാരം വേണം. അതിനാണ് റസൂലുള്ളാഹിനെ സമീപിച്ചത്. എന്താ, കണ്ട നാടിനേക്കാൾ അടുത്ത് അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന ഈ മുജാഹിദുകൾക്ക് ഈ വിശ്വാസം, ഈ സ്വഹാബത്തിൻ്റെ ഈ പ്രവൃത്തിയൊക്കെ എവിടെയാണ് ഇവർ വെക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ. അപ്പം ഇതുപോലെ പിന്നെ ഈ പ്രയോഗങ്ങൾ, പദപ്രയോഗങ്ങൾ, അതൊക്കെ റസൂലുള്ളാഹിനോട് നടത്തുമ്പോൾ അതിൻ്റെ ഒരു രീതിയുണ്ട്, അതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. അള്ളാഹിനോട് നടത്തുമ്പോൾ അതിലൊരു വിശ്വാസമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയിൽ പറയണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ഉമർ മൗലവിന്റെ ഇവര് പുകഴ്ത്തി പാടിയ സംഭവം പറഞ്ഞിരുന്നല്ലോ. ആ കൂട്ടത്തില് യാമൻ അലൂദു ബിഹി മിനൽ അഹ്വാലി മുത്തളരിഅൻ അദ്നു മിനൽ ഖഹാരി എന്ന് പറയുന്ന ബൈത്തൊക്കെ നമ്മൾ ചൊല്ലിയിരുന്നു. അതിന്റെ കമന്റിലും ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഇതിലെവിടെയാണ് ഉമർ മൗലവിനെ വിളിക്കുന്നത്? അപ്പോൾ ഇവർക്ക് വിളിക്കലാണ് വലിയ പ്രശ്നം. അപ്പോൾ എന്നോട് പേഴ്സണലായിട്ടും ഒരു സാധു, കാരണം എന്താ, ഇവർ പേരിലെന്ന് ചോദിച്ചാൽ ഇവർ വലിയ ആലിമുൽ അല്ലാമയാണെന്നാണ് ഈ സാധുക്കളെ വിചാരം. മുമ്പ് ഒരുത്തന് ആ ഹദീസ് സ്വഹീഹാണോ എന്ന് ചോദിച്ചപ്പോൾ
പിന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു, എന്താ ഈ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഈ സാധുവിന് സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. എനിക്ക് സ്വഹീഹ് ശരിയായ ഹദീസ് എന്നാണ് അവൻ പറഞ്ഞത്. അത്രേ ആ സാധുക്കൾക്ക് വിവരമുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് അതിനെക്കുറിച്ച് ധാരണ ഇല്ല എന്ന് അറിയാനുള്ള വരുമ്പോൾ. അപ്പൊ ഈ സാധു വന്നിട്ട് അതിൽ വിളിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ വ്യക്തമായ അർത്ഥം പറഞ്ഞു കൊടുത്തു. യാമൻ അലൂദു ബിഹി മിനൽ അഹ്വാലി എന്ന് വ്യക്തമായിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. അലൂദു എന്ന് പറഞ്ഞാൽ അഭയം തേടുന്നത്, അഭയം നൽകുന്നവൻ. അഹ്വാലി എന്ന് പറഞ്ഞാൽ ഇന്നത്. യാ എന്നത് നിദായിന്റെ അർഫാണ്, വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതന്നെയാണ് യാ അക്രമൽ ഖൽഖിമ ലീമൻ അലൂദു ബിഹി. ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തേക്ക് ഈ സാധു പറയണേ. പക്ഷെ ഞങ്ങളത് വേറെ അർത്ഥത്തിലാണ് പറഞ്ഞു. അപ്പൊ ഇവർക്ക് വേറെ അർത്ഥമൊക്കെ ഉണ്ട്. നമ്മളെ പഴമക്കാർ പറയല്ലോ, ഒങ്ങളായി 3-15 ഞങ്ങളത് 18. അത് നിങ്ങൾക്ക് വേറെ അർത്ഥം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ അർത്ഥം പറ്റൂലേ? അപ്പൊ ഞങ്ങൾ പറയുമ്പോഴും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്ന ഒരർത്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി പറയുന്ന ഒരർത്ഥമാണ്. ആ സാധുവിനെ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് സാധാരണക്കാരെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ പേരിൽ ഇവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ആലിമീങ്ങളോട്, ഇത്തരം ദീനിന്റെ ശിആറുകളോടൊക്കെ വല്ലാത്ത ഒരു ഈർഷ്യതയും ഒരു പകയും അവരുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചു കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതും ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ട്. അതില് ഈ യാമൻ അലൂദ് ഇന്നോടും ചില ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ. അതൊക്കെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല അന്ന് തന്നെ. അത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവുന്നു. ശരിയാണ്, കാരണം പുതിയ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. എന്നോടും ചോദിച്ചത് എവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് PM വന്നാണ്. അപ്പൊ ഞാൻ ഇത് ഇട്ടുകൊടുത്തു. അത്തൗഹീദ് മാസികയിലാണ് ഇന്ന ആളുകൾ, അതാണ് ഉമർ ഫാറൂഖി തിരൂർക്കാട് ആണ് അത് എഴുതുന്നത്, മുജാഹിദിന്റെ നേതാവാണ് അത് എഴുതുന്നത്. അതിന്റെ അർത്ഥമൊക്കെ എത്ര ഗൗരവമാണ് ഇവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ. യാമൻ അലൂദു ബിഹി മിനൽ അഹ്വാലി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഭയം നൽകുന്നവൻ ആര്? ഉമർ മൗലവി. യാ ശൈഖ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചോ 4 വട്ടം കാഫിറാവെന്ന് പറഞ്ഞ ആ സാധുവിനെ തന്നെ വിളിക്കേണ്ടി എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കണത്. അപ്പൊ എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം എന്ന്, അതിൽ വിശ്വാസം, അതായത് ഇതിൽ വിശ്വാസമാണ് പ്രധാനം. ഏറ്റവും അത് ഈ ജനങ്ങൾ മനസ്സിലാക്കി, നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് വിശ്വാസമാണ് പ്രധാനം. തുമ്പിയാ തെറിക്കുന്നതല്ല, മൂക്കല്ല ഇത് ഷിർക്ക് എന്ന് പറയുന്നത്. വിശ്വാസം, നമ്മുടെ വിശ്വാസം രൂഢമൂലാണെങ്കിൽ അവിടെ ഷിർക്കിന് കടന്നു വരാൻ കഴിയില്ല. നമ്മൾ ഏകനായ അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നത്. ആ സ്ഥാനത്തേക്ക് ഒരാളെ പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. ഷിർക്ക് വരാൻ അതിന് മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചവരും പഠിപ്പിച്ചവരും പഠിക്കുന്നവരും പഠിച്ച് മനസ്സിലാക്കിയവരുമാണ് സുന്നികൾ. സാധാരണക്കാരായ ആളുകൾക്ക് പോലും അറിയാം ഈ മഹാന്മാരൊന്നും ദൈവങ്ങളല്ല എന്ന്. എന്നിട്ടും പച്ചയായിട്ട് ദുർവ്യാഖ്യാനം നടത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക. ഇത് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഒരു സാധാരണക്കാരായ കേരളത്തിലെ മുസ്ലിം അല്ലാത്ത ഒരു ബഹുസ്വര സമൂഹത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കി, ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും. നമുക്ക് കുട്ടികൾ പറഞ്ഞു തരും, 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു തരും. ഇതിന്റെ അർത്ഥം അള്ളാഹു ഒരാളെ ഉള്ളൂ, ഏകനാണ്, റസൂലുള്ളാഹിനെ വിളിക്കുമ്പോൾ ഇന്ന അർത്ഥത്തിനാണ്. ഇതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. ഇതാണ് ഇവർ പരസ്പരം ഷിർക്കാക്കുന്നതിന്റെ ഏറ്റവും വലിയ അപകടം. അവരുടെ ഉസൂല് തന്നെ അവർ സ്വയം നിർമ്മിച്ചതാണല്ലോ. അപ്പൊ അതിൽ അവര് പിന്നെ സ്വന്തം കാഫിറാക്കി തുടങ്ങിയപ്പോ ആരും ബാക്കിയില്ല. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പറയും. ഇപ്പോൾ കേരളത്തിൽ ഇതാണെങ്കിൽ ഗൾഫിൽ പല ഗ്രൂപ്പാണത്ര, 100-300 ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, സലഫി ഗ്രൂപ്പുകൾ ഗൾഫ് നാടുകളിൽ. ഇവിടെ 8-10 ഒക്കെ ഉള്ളൂ. ഭയങ്കര അപകടമാണ് അവിടെ എന്നാ പറയുന്നത്. ആരാ പറയണത് അറിയോ? മറ്റാ തബ്ലീഗിന്റെ ചങ്ങായി ഉണ്ടല്ലോ, അമീൻ മൗലവി മാഹി. അയാള് ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അയാൾ കിതാബൊക്കെ ഉദ്ധരിച്ചിട്ടാ പറയണേ, ഗൾഫ് സലഫികള് പരസ്പരം ഷിർക്ക് ആരോപിച്ച് അടുത്ത പെരയിലുള്ളവൻ അതിൻ്റെ അപ്പുറത്തവനും മുശ്രിക്കാണ്, ഇവന്റെ പെരയിലുള്ള അപ്പുറത്തെ റൂമിലുള്ള ആളടക്കം മുശ്രിക്കാണ്. ഈ അവസ്ഥയിലാണ് ഇവരുടെ കാര്യം പോകുന്നത്. നോക്കണം നിങ്ങൾ, എന്താക്കി പരിശുദ്ധ ദീനിനെ എന്താക്കി ഇവര് തുണ്ടാക്കിയില്ലേ. എന്നിട്ട് ജനങ്ങളെങ്ങനെ പാറ്റിക്കാൻ, ഉളുപ്പില്ലാതെ സോഷ്യൽ മീഡിയയിൽ വരിക.